ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൈക്യൂവിൻ്റെ ഒന്നാമത്തെ സീസണിലെ 12ാമത്തെയും 13ാമത്തെയും എപ്പിസോഡുകളാണ്. എപ്പിസോഡ് മുൻപേ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ചാനൽ വോയിസ് ഓവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ തന്നെ നിങ്ങളുടെ വോയിസിൽ ആനിമി മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജസ് ഒന്നും വരാത്ത കാരണം തന്നെ നിങ്ങളുടെ എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ മെസ്സേജ് ഇടാൻ ഒട്ടും മടിക്കണ്ട. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും 270 ലൈക്കാണ്. 270 ലൈക്ക് എപ്പാവുന്നു അപ്പോഴേ നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്തുള്ളൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് എപ്പിസോഡും വരുന്നതായിരിക്കും. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തുക. സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂടുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള മോട്ടിവേഷനും കൂടുന്നത്. നിങ്ങളുടെ ഈ 2 ക്ലിക്ക് ഞങ്ങളുടെ വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. അത് കാരണം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. സോ 12ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ കാണിക്കുന്നത് കറന്റ് ടൈമിനേക്കാൾ ഒരു 5 വർഷം മുന്നത്തെ കാര്യങ്ങളാണ്. നമ്മുടെ കറാസ്നോയുടെ പണ്ടത്തെ കോച്ചും കറാസ്നോയുടെ ഇപ്പോഴത്തെ കോച്ചിന്റെ ഗ്രാൻഡ് ഫാദറുമായിട്ടുള്ള ഊക്കായി എന്ന് പറയുന്ന കോച്ചാണെങ്കിൽ നെക്കുമ ഹൈസ്കൂളിലെ പണ്ടത്തെയും ഇപ്പോഴത്തെയും കോച്ചായിട്ടുള്ള നെക്കുമാട്ട എന്ന് പറയുന്ന കോച്ചുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വർഷത്തെ നാഷണൽ ടൂർണമെന്റിൽ ഒഫീഷ്യലായിട്ട് തന്നെ പരസ്പരം ഏറ്റുമുട്ടും എന്ന തരത്തിലായിരുന്നു രണ്ടുപേരുടെയും സംസാരം. പക്ഷേ ആ ഒരു വർഷം നടക്കുന്ന നാഷണൽ ടൂർണമെന്റിൽ 2 ടീമിനും ഇടം നേടാൻ സാധിച്ചില്ല. കറാസുനോയും നെക്കുമയും കുറെ പ്രാക്ടീസ് മാച്ചുകൾ പരസ്പരം കളിച്ചിട്ടുണ്ടെങ്കിലും ഇരു ടീമുകളും ഇതുവരെ ഒഫീഷ്യലായിട്ട് തന്നെ ഏറ്റുമുട്ടിയിട്ടില്ല. സോ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കറാസുനോയും നെക്കുമയും വീണ്ടും ഒരു പ്രാക്ടീസ് മാച്ച് വെച്ചിരിക്കുകയാണ്. കറാസുനോയുടെ പ്ലേയേഴ്സും നെക്കുമയുടെ പ്ലേയേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഷോയോ അവൻ ജോഗ് ചെയ്യാൻ പോയപ്പോൾ പരിചയപ്പെട്ട കെമ്മ എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ നെക്കുമ ഹൈസ്കൂളിലുള്ള കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. അത് കാരണം തന്നെ നമ്മളെ ഷോയോ ആണെങ്കിൽ കെമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നീ നെക്കുമ ഹൈസ്കൂളിലായിരുന്നോ? അതെന്താ നീ എന്നോട് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് പറയാതിരുന്നത്? അതിന് മറുപടിയായി നമ്മളെ കെമ്മ പറയും, അത് പിന്നെ നീ എന്നോട് ചോദിച്ചില്ലല്ലോ. പിന്നെ ഞാൻ നിന്നോട് പറയാനിരുന്ന സമയത്താണെങ്കിൽ എന്റെ ഫ്രണ്ട് എന്നെ വന്ന് വിളിച്ചോണ്ടും ചെയ്തു. അത് കാരണം എനിക്ക് നിന്നോട് പറയാൻ സാധിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷോയുടെ അടുത്ത് ഒരു നെക്കുമയിലെ പ്ലെയർ വന്നിട്ട് ഞങ്ങളുടെ ടീമിലെ സെറ്ററുമായിട്ട് നിനക്കെന്താ കാര്യം എന്നും പറഞ്ഞ് നമ്മളെ ഷോയുടെ അടുത്ത് ചൂടാൻ വരുന്നത്. ഇത് കണ്ടാണെങ്കിൽ നമ്മളെ ഷോയെ പേടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ടനക്കസാൻ വന്നിട്ട് അവനടുത്ത് ചോദിക്കും, അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്, എന്റെ ടീമിലെ ചെറുതുമായിട്ട് നിനക്കെന്താണ് കാര്യം? അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അവിടെ അടിയുണ്ടാക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ 2 ക്യാരക്ടേഴ്സും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ടനക്കസാൻ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ സുഖവർഷം വന്നിട്ട് ടനക്കസാനോട് പറയുന്നുണ്ട്, നീ അടിയുണ്ടാക്കുന്നത് കാണുമ്പോൾ നിന്നെ കാണാൻ പൊട്ടന്റെ പോലെയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ടനക്കസാൻ ആണെങ്കിൽ അത് നിർത്തുകയാണ്. അതുപോലെ തന്നെ അവരുടെ ടീമിൽ ഒരു പ്ലെയർ വന്നിട്ട് നമ്മൾ ടനക്കസാനായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു പ്ലെയറുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ആകെ ചമ്മി പോവാണ്. ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നെക്കുമ ഹൈസ്കൂളിൽ സുഖവർസാന്റെ അതേ സ്വഭാവമുള്ള വേറൊരു പ്ലെയറും കൂടി ഉണ്ടെന്ന്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ട് കിയോക്കസാൻ വരുന്നത്. നമ്മളെ കിയോക്കസാനെ ടനക്കസാനായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു പുള്ളിക്കാരനും കാണുന്നുണ്ട്. പുള്ളിക്കാരാണെങ്കിലോ അപ്പൊ തന്നെ ക്രഷ് അടിക്കുകയാണ്. ഇതേ സമയം നെക്കുമയിലെ ക്യാപ്റ്റനായിട്ടുള്ള കുറോയും അതുപോലെ കറാസ്നോയിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ ഡൈജിയും പരസ്പരം നല്ല സന്തോഷത്തോടെ തന്നെ കൈ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ കോച്ചാണെങ്കിൽ അവരുടെ ടീമിലുള്ള ഒരു സെക്കൻഡ് കോച്ചൊക്കെ എന്ന പോലത്തെ ഒരു സ്ഥാനമുള്ള ഒരാളുമായിട്ട് തന്റെ പണ്ടത്തെ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നെക്കുമയുടെ കോച്ചായിട്ടില്ല നെക്കുമാട്ട എന്ന് പറയുന്ന കോച്ചാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കറാസ്നോയുടെ കോച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അതേ ഫേസ് തന്നെയാണ്, നിന്നെ കാണുമ്പോൾ എനിക്ക് അവന്റെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇനി നീയാണെങ്കിലും നിന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും ഞങ്ങൾ എന്തായാലും നിങ്ങളെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ കോച്ചിന് ഒരു കോമ്പറ്റേറ്റീവ് മൂഡ് വരികയാണ്. ശേഷം നമ്മളെ ഷോയോ ഈ ഒരു പ്രാക്ടീസ് മാച്ച് നല്ല എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. അവൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടീസ് മാച്ച് കളിച്ചപ്പോൾ ആ ഒരു പേടിയൊന്നും ഈ ഒരു മാച്ചിലില്ല. അതുപോലെ നമ്മളെ ക്യാപ്റ്റൻ ഡൈച്ചി എല്ലാ പ്ലേയേഴ്സിനെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കുമയുടെ ക്യാപ്റ്റനായിട്ടുള്ള കുറോയും നെക്കുമ ഹൈസ്കൂളിലെ പ്ലേയേഴ്സിനെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറാസുനോയായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നാട്ടിലെ ക്ലബ്ബുമായിട്ട് ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലെ 2 പ്ലേയേഴ്സ് ഈ ഒരു മാച്ച് കാണാനായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ 2 ടീമും റെഡി ആയി ഉറപ്പായപ്പോൾ ഒട്ടും വൈകി തന്നെ ഈ ഒരു മാച്ച് ഇവിടെ തുടങ്ങുകയാണ്. പക്ഷെ അതിന് തൊട്ട് മുന്നായിട്ട് നമ്മളെ കെമ്മ നമ്മുടെ ഷോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഇന്നലെ പറയണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ ടീം വളരെയധികം സ്ട്രോങ് ആണെന്ന്. അതിൽ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സ്ട്രോങ് ആണെന്നല്ല, മറിച്ച് ഞങ്ങളുടെ ടീമിലെ എല്ലാവരും സ്ട്രോങ് ആണെന്നാണ്. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മളെ ഷോയൊക്കെ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ മാച്ച് തുടങ്ങി നമ്മുടെ കെമ്മയുടെ സെർവാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. കെമ്മയുടെ സെർവ് ഈസി ആയിട്ട് നമ്മൾ അസൈസാൻ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അസൈസാൻ റിസീവ് ചെയ്ത ഒരു ബോൾ നേരെ പോകുന്നത് കഗയാമയുടെ അടുത്തേക്കാണ്. കഗയാമ ഇപ്പോൾ ബോൾ സെറ്റ് ചെയ്യും എന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ ഷോ ആണെങ്കിലോ അവൻ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലം നോക്കി നല്ല സ്പീഡിൽ തന്നെ ഓടുകയാണ്. എന്നിട്ട് നമ്മളെ കഗയാമ ആണെങ്കിലോ ഇനി ഷോയെ ചാടാൻ പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു സെറ്റ് ചെയ്യാണ്. അത് നമ്മളെ ഷോയോ ഈസി ആയിട്ട് തന്നെ അത് സ്പൈക്കിങ് ചെയ്യുന്നു. അതിൽ നിന്ന് കറാസ്നോക്ക് ഈസി ആയിട്ട് തന്നെ ഒരു പോയിന്റ് ലഭിക്കുകയാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളെ കഗയാമയുടെ ഷോയുടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് കോമ്പിനേഷൻ ഇത് ആദ്യമായിട്ട് കാണുന്ന നെക്കുമയിലെ പ്ലേയേഴ്സിന്റെയും കോച്ചിന്റെയും റിയാക്ഷൻ ഞാൻ നിങ്ങളോട് ഇനി എടുത്തു പറയേണ്ട കാര്യമല്ലോ. അവരുടെ ഒരു അമ്പരന്ന് പോവാണ്. നെക്കുമയിലെ കോച്ചിന് ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് പോലും മനസ്സിലാവുന്നില്ല. നെക്കുമയിലെ എല്ലാവരും നമ്മളെ കഗയാമയുടെ ഷോയുടെ ഫാസ്റ്റ് അറ്റാക്ക് കൊണ്ട് ഞെട്ടി നിൽക്കുന്ന കാണുമ്പോൾ നമ്മളെ കറാസ്നോയിലെ കോച്ചിനും പ്ലേയേഴ്സിനും ആകെ സന്തോഷമാണ്. നമ്മളെ കെമ്മയാണെങ്കിലോ ഷോയിനെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളെ കറാസ്നോ ഇപ്പോൾ കാണിച്ച ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ഇപ്പോൾ ചെയ്തത്. കാരണം കറാസ്നോയുടെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്ക് അവർക്ക് ആദ്യം തന്നെ കാണിച്ചു കൊടുത്തു. ആൻഡ് ആദ്യത്തെ പോയിന്റിന് ശേഷം നമ്മളെ കറാസ്നോയുടെ സെർവാണ്. അത് ടനക്കസാൻ ആണെങ്കിൽ സെർവ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിലോ നെക്കുമയിലെ പ്ലെയർ റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ കെമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. കെമ്മ അവരുടെ ടീമിലെ എയ്സിനെ സെറ്റ് ചെയ്തെടുക്കുന്നു. അവനാണെങ്കിൽ ഇത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ നിഷിനോയ ആ ഒരു പവർ
പവർഫുൾ ആയിട്ടുള്ള സ്പൈക്ക് ഈസി ആയിട്ട് തന്നെ റിസീവ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ നോയസൺ റിസീവ് ചെയ്ത ഒരു ബോളാണെങ്കിൽ കഗയാമയുടെ അടുത്തേക്ക് പോകുന്നു. കഗയാമ നമ്മൾ ഷോയോക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന തരത്തിലൊരു ആക്ഷൻ കാട്ടി അവരുടെ ബ്ലോക്കേഴ്സിനെ കബളിപ്പിക്കുന്നുണ്ട്. അത് കാരണം അവരുടെ ബ്ലോക്കേഴ്സ് എല്ലാം ഷോയുടെ മുന്നിലോട്ടാണ് ചാടുന്നത്. പക്ഷെ അപ്പോഴാണെങ്കിലോ കഗയാമ അവരെല്ലാം പറ്റിച്ചുകൊണ്ട് നമ്മൾ അസൈസാന്റെ അടുത്തേക്കാണ് ബോൾ ഇട്ട് കൊടുത്തത്. അത് നമ്മൾ അസൈസ നല്ല പവർഫുൾ ആയിട്ട് തന്നെ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ടീമിലെ ലിബ്രോയുടെ കൈമ തട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അത് കാരണം നമ്മൾ കറാസ്നോക്ക് ഇപ്പോൾ 2 പോയിന്റ് ലഭിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ സുക്കിഷിമയുമായിട്ട് നമ്മൾ നിഷിനോയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കോമായി ലിബ്രോ പൊസിഷൻ കളിക്കുന്ന പ്ലെയറും. പക്ഷേ ഇനി ഏതെങ്കിലും ഒരു ടീമിന് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ ഈ 2 ലിബ്രോസും വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു മിഡിൽ ബ്ലോക്കർ എന്ന പൊസിഷനുമായിട്ടായിരിക്കും. അതുപോലെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വീണ്ടും വേറൊരു മിഡിൽ ബ്ലോക്കർ എന്ന പൊസിഷനുമായിട്ടായിരിക്കും. ഉദാഹരണം നമ്മൾ ലിബ്രോ ആയിട്ടുള്ള നോയസാൻ മിഡിൽ ബ്ലോക്കർ എന്ന പൊസിഷൻ കളിക്കുന്ന നമ്മളെ ഷോയനായിട്ടായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ വേറെ മിഡിൽ ബ്ലോക്കർ പൊസിഷൻ കളിക്കുന്ന പ്ലെയർ കോർട്ടിലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു മിഡിൽ ബ്ലോക്കർ പൊസിഷനും അതേപോലെ തന്നെ ലിബ്രോ പൊസിഷനും ഒരു മാച്ചിനിടയിൽ എന്തായാലും വേണം. അങ്ങനെ അതിനുശേഷം നമ്മളെ കറാസ്നോയിലെ പ്ലേയേഴ്സ് ആണെങ്കിൽ അവരുടെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ പോയിന്റ് നേടുന്നുണ്ടായിരുന്നു. കറാസ്നോയുടെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ് നമ്മളെ കെമ്മ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നെക്കമ്മയുടെ കോച്ച് ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. ബേസിക്കലി ഒരു ടൈം ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ടീമിലെ കോച്ചിന് തന്റെ പ്ലേയേഴ്സുമായിട്ട് പുതിയ സ്ട്രാറ്റജീസും ടാക്ടിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെ അതൊരു മാച്ചിൽ ആകെ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നെക്കമ്മയിലെ കോച്ചാണെങ്കിൽ തന്നെ പ്ലേയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ടീമിൽ കുറെ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരുള്ളത് കൊണ്ട് മാത്രം അവർക്ക് കളി ജയിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു അവരവരുടെ എല്ലാ സ്പെഷ്യൽ അറ്റാക്കും ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പുതിയ സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ അവർ ഈ ഒരു ടാക്ടിക് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അതുപോലെ കെമ്മ തന്നെ ടീമേറ്റ്സിന്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഷോയോനെയാണ്. അവന്റെ മൂഡ് അനുസരിച്ചിരിക്കും അവരുടെ ടീമിന്റെ മുഴുവൻ മൂഡും. അത് കാരണം നമ്മൾ ആദ്യം അവനെ സ്റ്റോപ്പ് ചെയ്യണം. ഇതേ സമയം നമ്മളെ കറാസിനോട് കോച്ച് പറയുന്നുണ്ട് എനിക്ക് എവിടെ നിന്നൊക്കെ ഒരു ബാഡ് വൈബ് അടിക്കുന്നുണ്ട്. ഇവർ നമ്മളെ പ്ലേയേഴ്സിനെ പറ്റിയും നമ്മളെ പ്ലേയേഴ്സിന്റെ സ്ട്രാറ്റജിയെ പറ്റിയും നന്നായിട്ട് തന്നെ നിരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കറാസ്നോ കഗയാമയുടെ ഷോയുടെ ഫാസ്റ്റ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് കുറെ പോയിന്റ് നേടുന്നുണ്ട്. അതിനനുസരിച്ച് നെക്കമയുടെ ബ്ലോക്കേഴ്സിന് ഷോയുടെ ആ ഒരു സ്പൈക്ക് തടയാൻ വേണ്ടിയിട്ട് വാശിയും കൂടുന്നു. സോ അത് കാരണം തന്നെ അവരുടെ ബ്ലോക്കേഴ്സ് തീരുമാനം എടുക്കാണ്. അതായത് അവരുടെ 3 ബ്ലോക്കേഴ്സ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വെക്കാൻ. ആ ഒരു 3 ബ്ലോക്കേഴ്സ് ആണെങ്കിൽ നമ്മളെ കെമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ ഷോവിനെ നല്ലപോലെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ബ്ലോക്കേഴ്സ് ഇല്ലാത്തടത്തേക്ക് ചുമ്മാ ഓടുകയാണെന്ന്. അത് കാരണം അവൻ എവിടേക്കാണ് ഓടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ കെമ്മ അവരുടെ മെയിൻ ഫസ്റ്റ് ഇയർ ബ്ലോക്കേഴ്സിലെ ഒരാളായിട്ടുള്ള ഇനോവാക്കോയോട് പറയുന്നുണ്ട് നീ എത്ര പ്രാവശ്യം അവരുടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്ര തന്നെ നിനക്ക് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ഷോയോ അടുത്തൊരു ഫാസ്റ്റ് അറ്റാക്ക് ആയിട്ട് വരികയാണ്. പക്ഷേ ഇപ്രാവശ്യം ഇനോവാക്കക്ക് ആ ഒരു ബോൾ തടയാനായിട്ട് ഏകദേശം എത്താൻ സാധിക്കുന്നുണ്ട്. അവന് ഷോയുടെ ആ ഒരു സ്പൈക്ക് നൈസായിട്ട് തൊടുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ കഗയാമക്ക് ഒരു ടെൻഷൻ വരികയാണ്. കാരണം അവൻ ഇപ്പോൾ ചെയ്യുന്ന തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും നമ്മുടെ ഷോയുടെ ആ ഒരു സ്പൈക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് അതിനുശേഷം ഷോ അടിച്ച ആ ഒരു സ്പൈക്ക് ഇനോവാക്കയുടെ കൈമാറ്റിയ കാരണം തന്നെ അതിന്റെ സ്പീഡ് കുറഞ്ഞിരുന്നു. അത് കാരണം അവരുടെ ലിബറോക്ക് അത് ഈസി തന്നെ റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്ത ആ ഒരു ബോൾ ആണെങ്കിൽ നേരെ നമ്മളെ കെമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. കെമ്മ ഇപ്പോൾ ഒരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും എന്ന് നമ്മളെ ഷോയെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാ നമ്മളെ കെമ്മ തന്നെ ആരും പ്രതീക്ഷിക്കാതെ കറാസ്നോയുടെ സൈഡിലോട്ട് ആ ഒരു ബോൾ ഇടുന്നു. ആ ഒരു ബോൾ താഴത്തോട് വീഴുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നമ്മളെ കറാസ്നോത്തെ പ്ലേയേഴ്സിനെ സാധിച്ചുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജിക്ക് പറയുന്നവരാണ് സെറ്റർ ഡംപ്. അങ്ങനെ നെക്കുമ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പോയിന്റ് നേടിയതിനു ശേഷം നമ്മളെ കറാസ്നോത്തെ പ്ലേയേഴ്സിന്റെ അറ്റാക്ക് ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ കഗയാമ ഒരു സെറ്റിന് വേണ്ടി കോൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവനാണ് സെറ്റർ, അവനാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നിൽക്കാണ്ട കഗയാമ ഇപ്പൊ നോയസാന്റെ അടുത്ത് ഒരു സെറ്റിന് വേണ്ടി ചോദിച്ചിട്ട് നോയസാൻ ആണെങ്കിൽ നമ്മൾ കഗയാമക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഗയാമ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലം നോക്കി കാൽക്കുലേറ്റ് ആയിട്ട് തന്നെ നല്ല പവർഫുൾ സ്പൈക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മളെ കറാസിനൊക്കെ ഒരു പോയിന്റ് ലഭിക്കും ചെയ്യുന്നു. കഗയാമയുടെ ഒരു സ്പൈക്ക് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. നമ്മളെ ടനക്കസാൻ പറയുന്നുണ്ട് ഇവൻ എങ്ങനെയാണ് എല്ലാ ടെക്നിക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മളെ സുക്കിഷിമയും ഒരു പോയിന്റ് നേടുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കെമ്മ സുക്കിഷിമനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആലോചിച്ചിട്ടേ ഡിസിഷൻ എടുക്കുള്ളൂ. ഇവൻ ഷോയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതിനുശേഷം നമ്മുടെ കെമ്മയുടെ ഒരു ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അവന് ചെറുപ്പത്തിൽ അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് സ്പോർട്സിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളെ കെമ്മക്ക് ആകെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് ഇപ്പോഴത്തെ നെക്കമ്മയുടെ ക്യാപ്റ്റനായിട്ടുള്ള കുറോ. ഈ കുറോയാണെങ്കിൽ നമ്മളെ കെമ്മയെ എപ്പോഴും വോളിബോൾ കളിക്കാൻ വേണ്ടി വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ കെമ്മ ആദ്യമായിട്ട് വോളിബോളിലോട്ട് വരുന്നത്. നമ്മളെ കെമ്മ വോളിബോളിൽ വീക്കാണെന്ന് അവന് തോന്നുന്ന സമയത്ത് കുറോ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് പറയുമായിരുന്നു നിനക്ക് പ്ലേയേഴ്സിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ നീ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കാറ്. നീ നെക്കമ്മ ഹൈസ്കൂളിൽ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ടീം വളർന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം നമ്മളെ കോച്ച് പറയുന്നുണ്ട് നെക്കമ്മ ഹൈസ്കൂളിലെ എല്ലാ പ്ലേയേഴ്സിന്റെയും റിസീവിംഗ് ടോപ്പ് ലെവലിലാണ്. നെക്കമ്മയിലെ എല്ലാ പ്ലേയേഴ്സും അവരുടെ റിസീവിംഗ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കറാസിനോക്ക് കുറെ അറ്റാക്കും ചെയ്യാൻ സാധിച്ചില്ല. നെക്കമ്മ ഇപ്പോൾ നമ്മളെ കറാസിനേക്കാൾ 2 പോയിന്റിലും ലീഡിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് 24 പോയിന്റ് ആയിട്ട് ഒരു ഫസ്റ്റ് സെറ്റിന്റെ സെറ്റ് പോയിന്റിലൂടെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഷോയോ കഗയാമയുടെ അടുത്ത് പറയും അടുത്ത സെറ്റ് നീ എനിക്ക് നെറ്റായോ, നമുക്ക് ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ കഗയാമ പറയും അത് വളരെയധികം റിസ്ക് പിടിച്ച പണിയാണ്. അവരിപ്പോ സെറ്റ് പോയിന്റിലാണ്, നമ്മൾക്ക് എന്തെങ്കിലും
എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് അവർക്ക് ഈ ഒരു പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റ് തോൽക്കും. ഇവിടെ നല്ല റിസ്ക് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്തായാലും നമുക്കൊന്നുകൂടി ട്രൈ നോക്കാം. ഇതേ സമയം നെക്കോമയുടെ ഇനുവാക്ക എന്ന് പറയുന്ന ബ്ലോക്കർ ആണെങ്കിൽ നമ്മളെ കെമ്മ പറഞ്ഞിടത്ത പോലെ ഷോയുടെ മേലേക്കാണ് അവന്റെ ഫുള്ള് ശ്രദ്ധയും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഷോയോ കകയുടെ സെറ്റ് സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് നല്ല സ്പീഡിൽ ഓടുകയാണ്. പക്ഷെ അപ്പോഴത്തേനും ഇനുവാക്ക നമ്മളെ ഷോയനെ കോട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷോയോ കണ്ണും പൊട്ടി നല്ല പവറിൽ തന്നെ സ്പൈക്ക് ചെയ്യാണ്. പക്ഷെ അപ്പോഴത്തേനും ഇനുവാക്കക്ക് ഷോയുടെ മൂവ്മെന്റ് റെഡി ചെയ്ത കാരണം തന്നെ നമ്മുടെ ഷോയുടെ സ്പൈക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഇത് കണ്ട് നമ്മളെ കകയാമക്ക് ആകെ നെട്ടിപ്പോവാണ്. കാരണം ആദ്യമായിട്ടാണ് കകയാമ ഷോയുടെ ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ഒരാൾ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്ത കാരണം തന്നെ നമ്മളെ കറാസ്നോ ഫസ്റ്റ് സെറ്റ് തോൽക്കുകയാണ്. നമ്മുടെ ഇനുവാക്ക ആണെങ്കിൽ ഷോയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഫൈനലി എനിക്ക് നിന്റെ ഫാസ്റ്റ് അറ്റാക്ക് തടയാൻ സാധിച്ചു. നമ്മുടെ ഷോയുടെ ആ ഒരു സ്പൈക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ ഷോയോ ആകെ സെറ്റായി പോയി. അപ്പോഴാണെങ്കിലോ കറാസ്നോയിലെ എല്ലാ പ്ലേയേഴ്സും അവനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും ഒരു ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമായിരിക്കും നിന്റെ സ്പൈക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചത്. അടുത്ത പ്രാവശ്യം അവന് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഷോയോ ഒന്ന് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ സെറ്റ് തുടങ്ങുകയാണ്. പക്ഷെ എന്നിട്ട് നമ്മളെ ഷോയുടെ സ്പൈക്കുകൾ ഇനുവാക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മൾ കറാസ്നോത്തെ എല്ലാവർക്കും മനസ്സിലാവാണ്, നേരത്തെ അവൻ ബ്ലോക്ക് ചെയ്തത് അവന്റെ ഭാഗ്യം കൊണ്ടല്ല. പക്ഷെ എന്നിട്ട് നമ്മളെ ഷോയും കകയാമയും ഈ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ അറ്റംപ്റ്റും ഇനുവാക്ക ബ്ലോക്ക് ചെയ്യുന്നു. എല്ലാ ഫാസ്റ്റ് അറ്റാക്കും ബ്ലോക്ക് ചെയ്യപ്പെടുന്ന കണ്ടിട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട്, ഷോയൊക്കെ നമ്മൾ എത്ര ചാൻസ് കൊടുക്കുന്നോ അത്രത്തോളം അവന് സ്വന്തമായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുകയാണ്. അവൻ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസത കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ടൈം ഔട്ട് വിളിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ കെമ്മ ഷോയുടെ മുഖം കണ്ട് ഞെട്ടുന്നത്. കാരണം നമ്മളെ ഷോയോ അവന്റെ എല്ലാ സ്പൈക്കുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടും അവൻ നല്ല ഈവിലായിട്ട് തന്നെ ചിരിക്കുകയാണ്. ഷോയെ സ്മൈൽ ചെയ്യുന്നിട്ട് നമ്മളെ കറാസ്നോത്തി നെക്കുമയത്തെ പ്ലേയേഴ്സ് ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഷോയോ കകയാമ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ സ്പൈക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ബ്ലോക്കേഴ്സ് എന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ഞാൻ കണ്ണടച്ച് സ്പൈക്ക് ചെയ്യുന്ന കാരണം തന്നെ ഞാൻ എങ്ങനെയാണ് സ്പൈക്ക് ചെയ്യുന്നത് എനിക്കെന്നാ മനസ്സിലാവുണ്ടാകുന്നില്ല. ഇനി എന്റെ സ്പൈക്കുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ടായിരിക്കും സ്പൈക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിന്റെ സെറ്റുകൾ എനിക്ക് ആവശ്യമാണ്. നമ്മളെ കകയാമി ഷോയിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളെ കകയാമി ഷോയെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് വീണ്ടും ട്രൈ ചെയ്യാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഷോയോ പതിവിൽ വ്യത്യാസമായിട്ട് തന്റെ കണ്ണുകൾ തുറന്നിട്ടാണ് സ്പൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മളെ കറാസ്നോത്തെ കോച്ച് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോവാണ്. പക്ഷെ നമ്മളെ ഷോയോ കാർ സെറ്റ് കൃത്യമായിട്ട് തന്നെ സ്പൈക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവൻ കണ്ണു തുറന്നിട്ട് ബോളിനെ നോക്കി കൈ സ്വിങ് ചെയ്തെങ്കിലും അവന്റെ കൈയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ബോൾ തട്ടില്ല. നമ്മളെ കോച്ച് ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മളെ കോച്ചാണെങ്കിൽ കകയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഷോയോക്ക് സാധാരണ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഇനി മുതൽ ബോൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യണം. കകയാമ ഈ ഒരു സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കാന്ന് പറയാണ്. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ആയിട്ട് ഇവർ ഈ പുതിയ സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് തീരെ വർക്ക് ആവുന്നുണ്ടാവില്ല. നമ്മളെ ഷോയോക്ക് കൃത്യമായി തന്നെ ബോളിന്റെ മേലെ കൈ തട്ടിക്കാൻ സാധിക്കുന്നില്ല. ഇത് കണ്ടിട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട്, ഫസ്റ്റത്തെ ട്രയലൊന്നും ഒരാൾക്ക് പോലും പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യന് ചിറകുകളില്ല, അത് കാരണം അവന് പറക്കാൻ വേണ്ടിയിട്ട് അവനൊരു വഴി തേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ കകയാമി ഷോയാണെങ്കിൽ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ട്രൈ ചെയ്യാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഷോയാണെങ്കിൽ അവൻ ചുമ്മാ നല്ല പവറിൽ സ്പൈക്ക് ചെയ്യാണ്ട് ആ ഒരു വായുവിൽ നിന്ന് തന്നെ അവന്റെ കൈയിന്റെ ആ ഒരു അവൻ സ്പൈക്ക് ചെയ്യാൻ പോകുന്ന പൊസിഷൻ മാറിയിട്ട് വേറൊരു പൊസിഷനിലോട്ട് നല്ല സ്പീഡിൽ തന്നെ സ്പൈക്ക് ചെയ്യാണ്. അങ്ങനെ അത് കാരണം ഇപ്രാവശ്യം നമ്മളെ ഇനുവാക്കൊക്കെ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല. പകരം ഇപ്രാവശ്യം ആ ഒരു ബോൾ അപ്പുറത്തെ സൈഡിൽ തട്ടുന്നുണ്ട്. അങ്ങനെ ഇതിൽ നിന്നൊരു പോയിന്റ് നേടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മൾ റെഫറി പറയുന്നത് അത് ഔട്ടാണെന്ന്. പക്ഷെ എന്തെങ്കിലും നമ്മളെ ഷോയോ അവൻ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് അവൻ വായുവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ പുതിയൊരു ഡിസിഷൻ എടുത്തിട്ട് ബോളിന്റെ ദിശ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് മാറ്റിവിടുകയാണ്. ഇത് സാധാരണ പ്ലെയറിനൊന്നും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം നമ്മളെ ഇനുവാക്ക ഷോ ഇപ്പൊ ചെയ്ത് ഈ ടെക്നിക്കിനെ അവൻ അഭിനന്ദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളെ ഷോയോ ആണെങ്കിൽ കകയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, അടുത്ത സ്പൈക്കിൽ എന്തായാലും ഞാൻ പോയിന്റ് നേടിയിരിക്കും എന്ന് നമ്മളെ ഷോയോ പറയുന്നതോടുകൂടിയാണ് ഈ ഒരു 12ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.